Hi, hello everyone. Good evening, all. Good evening. Welcome to India's first live animated tuition. Yes, എവിടെ പോയി എല്ലാവരും ഗൈസ് യുവർ ക്യാമറ എവിടെ എല്ലാവരും ആഹാ ഓഹോ എവിടെ എല്ലാവരും വേഗാവട്ടെ ക്യാമറ ഓൺ ആക്കി പോർട്രേറ്റ് മോഡിലല്ല ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കൂ ഗൈസ് എല്ലാവരും എന്താണ് തിരിച്ച് സെൽഫി എടുക്കാൻ വെച്ചിരിക്കുന്ന പോലെ അത് ജിസ്റ്റിൻ സാർ എന്താണ് കാണിച്ചു കളിക്കുന്നത് ശരിക്കുള്ള എന്റെ ലിപ്സ്റ്റിക് കൊണ്ടുവരൂ ഗൈസ് ആരും പേടിക്കണ്ട ശരിക്കുള്ള ഞാൻ ഇതൊന്നല്ല ഇട്ടേക്കുന്നത് ശരിയാവും ഓക്കെ ഗൈസ് എല്ലാവരും ഓണാക്കി വെച്ചേ ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ വെച്ചേ ക്യാമറ വേഗാവട്ടെ സർ എന്നെ മാറ്റി എല്ലാരും കാണിച്ചു ഇവിടെ ഓക്കെ ജോയലാൻഡ് ജോഷുവ അതിഥി അസർ എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെക്കൂ ഗൈസ് ആരൊക്കെയാണ് ലീവ് ഉള്ളത് ദിൽഷാം ദിൽദർ അവിടെ ഉണ്ട് പിന്നെ ആരാണ് ലീവ് സാർ ഒരു സ്നിപ്പ് എടുത്ത് വെച്ചോടെ ഇപ്പൊ ഇതിന്റെ ഒരു സ്നിപ്പ് എടുത്ത് വെച്ചോ ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരുടെ സ്നിപ്പ് യെസ് സ്ക്രീൻഷോട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സാർ ഒന്ന് ഓക്കെ ഫുൾ സ്ക്രീൻ യെസ് ആരൊക്കെയാണ് തുടക്കം മുതലേ ഉള്ളതെന്ന് അറിയണ്ടേ ആകെ 1 മണിക്കൂറിന്റെ ക്ലാസ് അല്ലേ ഇനി 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞ് കയറുന്നവരുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം അതാണ് ജാൻവി അതിഥി ക്യാമറ ഓൺ ആക്കി വെക്കൂ ഗൈസ് സാർ നമ്മൾ ഫോക്കസ് മോഡിലല്ലേ ഓഫ്കോഴ്സ് ആരാണ് ആ കിടന്നിരിക്കുന്നത് എന്താണ് സ്കൂളൊന്നും ഇല്ലാണ്ട് ഇത്ര ക്ഷീണോ നേരെ ഇവിടെ ഇരിക്കട നീരട്ടെ അങ്ങോട്ട് യെസ് അതാണ് അപ്പൊ ഓക്കെ സെറ്റ് സോ ഗൈസ് എല്ലാവരും ബേസിക് ക്ലാസ്സിൽ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ സം ഓർഗാനിക് കെമിസ്ട്രീനെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോടാ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാ കണ്ടായിരുന്നോ ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക്സ് 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിച്ചതല്ലേ ഇത്ര വേഗം മറക്കാറൊന്നും ആയിട്ടില്ല സ്റ്റിൽ മറന്നു പോയിട്ടുണ്ടെങ്കിലോ ദാറ്റ്സ് വൈ എല്ലാവരും കണ്ടായിരുന്നു അത് പുതിയ ആൾക്കാർ ആരൊക്കെയാണ് എനിക്കിങ്ങനെ നോക്കുമ്പോൾ കുറെ പഴയ ആൾക്കാരെ കാണാം ആൻഡ് ദാറ്റ് പഴയ ആൾ ലൈക്ക് എന്ത് ലക്ഷ്മി ആയിരുന്നു നമ്മുടെ ആദിലക്ഷ്മി അല്ലേ എന്തായിരുന്നു പേര് സാർ മേലത്ര പോലെ ലാസ്റ്റ് നിൽക്കുന്ന യെസ് അനഘാലക്ഷ്മിയാണ് ആദിലക്ഷ്മിയാണ് അനഘാലക്ഷ്മി മുഖം കാണുന്നില്ല എനിക്ക് ഇത്ര കാണുന്നുള്ളൂ ശരിക്കിരിക്കും പ്രോപ്പർ ആയിട്ട് വെക്കൂ ക്യാമറ എല്ലാവരും പുതിയ ആൾക്കാർ ആരൊക്കെ ആയിരുന്നടാ മേലത്തറ ഓക്കെ ദാറ്റ് ഈസ് പേരെന്താണ് സാർ അഹസൻ റൈറ്റ് അഹസൻ പിന്നെ അഹസൻ അപ്പുറത്ത് ആരാണ് ഗൗരി പാർവതി ഗൗരി നന്ദ പിന്നെ പുതിയ ആൾക്കാർ ആരില്ല ദൃശ്യ പുതിയ ആളാണല്ലോ ദൃശ്യ ക്യാമറ ഓൺ ആക്കി വെക്കുക വേഗാവട്ടെ തുടക്കത്തിൽ പറഞ്ഞല്ലേ നിങ്ങൾ അടുത്ത് മീറ്റിംഗ് എടുത്തപ്പോ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളൊക്കെ എന്ത് ചെയ്യും ബാത്റൂമിലാണ് വിഷയം എന്റെ ദൈവമേ എന്റെ അതിഥി കൃത്യം 6:15 ബാത്റൂമിന്റെ അകത്ത് കയറിയിരിക്കുന്നത് ബട്ട് സ്റ്റിൽ കുറച്ചേരം അവിടെ ഇരുന്നു അപ്പൊ ക്യാമറ ഒന്നും നോക്കണ്ട നിങ്ങൾ ആ ക്യാമറ വെച്ചിട്ട് പോയിട്ടൊക്കെ വന്നാൽ മതി ഫോൺ കൊണ്ട് ബാത്റൂമിൽ പോലുള്ള പരിപാടി ഒന്നും വേണ്ട ഇനിയുണ്ട് ഇനി ആരാണ് നമ്മുടെ സ്റ്റെയിൻസ് എന്നല്ലേ പേര് എന്തായിരുന്നു പേര് സ്റ്റെയിൻസ് ക്യാമറ ഓൺ ആക്കി വെക്കുക എന്താ ക്യാമറ തൊട്ട് വിളിക്കണേ ഇനി ആരാ എന്തോ ടെക്സ്റ്റ് എടുക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് വരും നോ ഇഷ്യൂ അപ്പൊ ഞങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഇതേ പോയിന്റ് ഇപ്പൊ വരുന്നു അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ദൃശ്യ ഇവിടെ ഉണ്ടോ ദൃശ്യ ദേവനാഥ് ജോയിൻ ആയി വരുന്നേ ഉള്ളൂ ഓക്കെ 3 4 7 4 11 4 15 5 കാണാനില്ലല്ലോ ഇതിനകത്തുനിന്ന് ഓക്കെ കണ്ടുപിടിക്കാം സോ അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിച്ച ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് തുടങ്ങാൻ പോകുന്നത് കെമിസ്ട്രി ദേവനാഥ് എന്താണ് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത് എല്ലാവരും എന്താ കല്ലായുള്ളോ ഇരിപ്പണ്ടോ 9 മണിക്കൂർ നമ്മളെ പോലെയാണല്ലോ നേരെ ഇരിക്കും സ്റ്റഡി വഴിയായിട്ട് ഉഷാറായിട്ട് എല്ലാവരും ആൻഡ് ദാറ്റ് ക്യാമറ ഓൺ ആക്കാത്ത ജാൻവി അതിഥി പിന്നെ ഇപ്പോഴൊന്നും വരുമോ നിങ്ങൾ എത്തുവോടോ ഓക്കെ സെറ്റ് ദൃശ്യനെ നോക്കട്ടെ ഞാൻ ദൃശ്യ ശരിക്കും ക്യാമറ വെച്ചേ ദൃശ്യനെ കാണില്ലേ ഓക്കെ ഇതാണ് ഓക്കെ ഓൾ സെറ്റ് എല്ലാവരും ആയോ ഓക്കെ
അപ്പോ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ 9ാം ക്ലാസ് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ അസറേ ഒന്ന് എഴുന്നേ, നീ കഴിച്ചു ഉച്ചക്ക് നോമ്പ് കഴിഞ്ഞില്ലേ? ഒന്ന് എഴുന്നേ, വേഗാവട്ടെ. ചാനിച്ചെഴുന്നേ. ബുക്കടെ എല്ലാവരും നോട്ട്ബുക്ക് കാണിച്ചേ. ഗൈസ്, നിങ്ങളുടെ നോട്ട്ബുക്കുകൾ കാണിക്കൂ എല്ലാവരും. ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് കാണിച്ചാൽ എന്നെ പറ്റില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നോട്ട് നോക്കുമ്പോ കണ്ടില്ലെങ്കിൽ ഞാൻ മുഴുവൻ എഴുതിയിരിക്കും. ഞാൻ ഒന്ന് വട്ടം ഓക്കെ സെറ്റ്. അപ്പോ നമ്മൾ അതിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പഠിച്ചു. അതിന്റെ കുറച്ച് നെയിമിങ്ങുകളൊക്കെ കഴിഞ്ഞ കൊല്ലം പഠിച്ചു. പക്ഷെ അതല്ല ഓർഗാനിക് കോമ്പൗണ്ട്സ്. കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് ഗൈസ്. എണ്ണിയാൽ തീരാത്ത 900 ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവരെ മുഴുവനൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചെണ്ണത്തിനൊക്കെ നമുക്ക് പഠിക്കണം. അവരുടെ പേരിടാൻ പഠിക്കണം. ഓൾറെഡി നമ്മൾ പേരിടാൻ പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഗൗരി നന്ദ മാമിനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാണ് ഗൗരി നന്ദ? അത് അയ്യോ ആരാത്? ഈശ്വര, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാർ. എനിക്ക് ഇവിടെ ക്ലിയർ ആവുന്നില്ല. അന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരാൾ അവിടെ ഹായ് കാണിക്കുന്നുണ്ട്. യെസ്, നമ്മുടെ അത് തന്നെ. അൺമ്യൂട്ട് ചെയ്തോ? ഹായ്, ആരാത്? ഈശ്വര, ഓർമ്മയുണ്ടോ ചോദിച്ച പ്രശ്നമാവല്ലോ. എന്നാൽ നീ പറ, ആരാണ്? എന്തോ എന്താ? കൃഷ്ണവേണി. നിങ്ങൾ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാ, നിങ്ങളെ ഞാൻ പറഞ്ഞു, ഞാൻ 10 സ്ക്രീനോട് കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എടാ, ഞാൻ ഒരു വർഷം എത്ര പിള്ളേരെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് 12,000 എന്തിനു പഠിപ്പിച്ചെടുക്കണ്ടേ? ഞാൻ എങ്ങനെ ഓർക്കും ഗൈസ്, എങ്ങനെ ഓർക്കും ഞാൻ. ഓക്കെ കൃഷ്ണവേണി, എന്നിട്ട് ഇപ്പൊ എന്താ ഇവിടെ വന്നിരിക്കണേ? ഇതിനകത്ത് സ്വന്തം രീതിയാ. ഓഹോ, അത് ശരി. അപ്പൊ ചേച്ചി അനിയത്തൊക്കെ ഇവിടെ വർഷാവർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ നീണ്ടു പോവാനാ. ഓക്കെ, എനിവേ എന്തോ അതാ ഇറങ്ങുമ്പോഴേക്ക് ഒരാളെ തരണം. ദാറ്റ്സ് ഇറ്റ്. അത് അത്ര ഉള്ളു. അപ്പൊ തന്നിട്ടാ പോണത് അല്ലേ? ഓക്കെ. ഗൗരി അപ്പൊ ഗൗരി നന്ദയും കൃഷ്ണവേണിയും റൈറ്റ്? ഗൗരി പാർവതിയാണോ അല്ലെങ്കിൽ നന്ദനയാണ്? ഗൗരി നന്ദനാണ്. വലിയ പേര് കാണുന്നുണ്ട്. ഓക്കെ, പാർവതി അല്ല, നന്ദനയാണ്. ഓക്കെ, ഗൗരി നന്ദന. സാർ, എനിക്ക് നാളെ തൊട്ട് ഇങ്ങനെ അടുത്ത് കാണുന്ന ആൾക്കാർക്ക് താൻ തന്നാ മതി. പ്രീമിയത്തിൽ എടുക്കുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് അവിടം വരെ കണ്ടുപിടിക്കില്ല. അത്ര പകരുന്നല്ല, എനിക്ക് കാണാം, പക്ഷെ മൊത്തത്തിൽ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഓക്കെ സെറ്റ്. അപ്പൊ നിങ്ങളുടെ സീനിയർ ആയിരുന്നു വന്നു പോയത്. ഓക്കെ, ഇനി അങ്ങനെ വല്ല ഞാൻ പഠിപ്പിച്ച ആൾക്കാരെ അനിയന്മാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഓൾറെഡി കണ്ടതാണല്ലോ. പ്രശ്നമില്ല, പണ്ടേ കഴിഞ്ഞോളം കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഗൈസ്, ആരാണത്? റിയലി ആരാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്? എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ളത്? എന്നാ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അത്ര അങ്ങനെയാണോ? എന്താ ഓർമ്മയുള്ളത്? കുച്ചുനെയ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല. അങ്ങനെ പോവാണ്. ഹൈഡ്രോ കാർബൺസ് മറന്നോ? ദൈവമേ, മറന്നിട്ടാണോ? ഇവിടെ മൊത്തം പുകയായിട്ട് ഇരിപ്പാണോ? ഇതിപ്പോ ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടല്ലോ എന്നപ്പോ ഒന്നും അറിയില്ലേ സ്ഥിതിക്ക്. ഹൈഡ്രോ കാർബൺസ് ആണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നവരെ. എന്തായി ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ? കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അല്ല, കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. CH3 ഇങ്ങനെ നീണ്ടു പോകുന്ന സിയും എച്ചും വെച്ചുള്ള കളികളാണ് അല്ലെ? ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ച എല്ലാ കോമ്പൗണ്ടുകളും അങ്ങനെയായിരുന്നു. കാർബണിന്റെയും ഹൈഡ്രജന്റെയും കളിയാണ്. അവരെ നമ്മൾ നേരെ വെക്കുന്നു, അവരെ നമ്മൾ വളച്ചു വെക്കുന്നു, അവരെ നമ്മൾ ഡബിൾ ബോണ്ട് ഇട്ട് എഴുതുന്നു, ട്രിപ്പിൾ ബോണ്ട് ഇട്ട് എഴുതുന്നു. മൊത്തം കാർബണും ഹൈഡ്രജനും ഉള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചത് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർബണും ഹൈഡ്രജനും ഉള്ള അവരുടെ തന്നെ കുറച്ച് ബാക്കിയുള്ള ആൾക്കാരെ, അതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച ആൾക്കാരൊക്കെ ഒന്നുകിൽ നേരെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു. അതായത് സൈക്ലിക് സ്ട്രക്ചറുകളെയും ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ, ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ഇരിക്കുന്ന ആൾക്കാർ, അവരെയുമാണ് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവരെ മാത്രമാണ്. പക്ഷേ
ഈ വർഷം നമുക്ക് അതിനകത്ത് കുറച്ച് കൊമ്പും ചില്ലയും ഒക്കെ മുളച്ചിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പറ്റി നമ്മൾ പഠിക്കണം. ഓക്കെ, കുറച്ചും കൂടെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഈ വർഷം പഠിക്കും. ആരാടാ ഈ ക്യാമറ ഓഫ് ആക്കി കളിക്കുന്നത്? സാറല്ലാതെ അവരാ ക്യാമറ ഓഫ് ആക്കി കളിച്ചത്. ഞാൻ വിടാണ്ടിരിക്കണം. ഓക്കെ, 1 minute 2 minute തന്നെ. ഇൻവിസിബിൾ മീ എന്ന് കേൾക്കും അവര്. യെസ്. സോ ഗൈസ്, ആ പേരൊക്കെ എഴുതി വെച്ചോളൂ. ആ ബുക്കിലെ ചാപ്റ്ററിന്റെ നെയിം ഹൈഡ്രോ കാർബൺ. എഴുതുവാ. എന്താടാ ഈ ചേരുന്നല്ലേ ഇരിക്കണ? നീ എവിടെ ഇരിക്കണേ? ഓ, ലാപ്ടോപ്പിന്റെ കുഴപ്പമാണ്. അപ്പൊ നീ ലാപ്ടോപ്പിൽ ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചേ കറക്റ്റ് സ്ക്രീന്. എനിക്ക് അങ്ങനെ തോന്നാണ്ടിരിക്കേ. വിശ്വസിക്കന്നെ. അല്ലാണ്ടിപ്പോ എന്താ? നിവേദിത, ന്യൂ വൺ. ഓക്കെ, നിവേദിത, ഹലോ. പുതിയ ആൾക്കാർ നിവേദിത ഉണ്ട്, സ്റ്റെയിൻസ് ഉണ്ട്, പിന്നെ ദൃശ്യുണ്ട്. ദൃശ്യം ഇപ്പോഴും ഞാൻ വലിയ കാണില്ലല്ലോ. പ്രശ്നമാവില്ല അത്. ദൃശ്യ ഇല്ല ഇതിനകത്ത്. ആ യെസ്, ദൃശ്യയുടെ ചുറ്റുള്ള വലിയ ആ ഒരു ഹോള് ഞാൻ കാണുന്നുണ്ട്. ചുമര് കാണുന്നുണ്ട്. ദൃശ്യം ഞാൻ ഇച്ചിരി കോളായിട്ടേ കാണുന്നുള്ളൂ. നേരെ ഇരുന്നേ. ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത്, അതാണ് പ്രശ്നം. സാരമില്ല. ഓക്കെ, സോ ഗൈസ്, എഴുതി വെച്ചോ പേരൊക്കെ? ഞാൻ സുന്ദരിയായോ? മനുഷ്യന്മാരായ കണ്ട, ഞാൻ ശരിക്കും ഇത്ര ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുള്ളൂ. കൈ നിങ്ങൾ കണ്ടപ്പോ വിചാരിച്ചില്ലേ ടീച്ചർ എന്തൊരു കോലം കെട്ടിട്ട് വന്നിട്ട് ക്ലാസ് മനസ്സിലായില്ലേ? ലൈറ്റ് ആണല്ല, നമ്മളൊന്നും ഇടട്ടാ, ഇവരെല്ലാം എല്ലാം ഇട്ട് തരും. ഇപ്പോഴാണ് ശരിക്കുള്ള ഞാൻ ഇത്. അയ്യോ, നിങ്ങൾ തെറ്റിച്ചില്ലേ കുറച്ച് നേരത്തേക്ക്? അതാണ് ശരിക്കും ഞാൻ ഇത്രയൊക്കെ ഇടാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോ ഹൈഡ്രജൻ, കാർബൺ. ഹലോ ജാൻവി, ക്യാമറ ഓൺ ആക്കി വെക്കൂ ജാൻവി, ഇല്ലെങ്കിൽ ഇവര് വന്ന് റിമൂവ് ചെയ്യും പിടിച്ചിട്ട്. ഓൺ ആക്കി വെക്കേ, വേഗം അവിടെ ഓഫ് ചെയ്യണം. ലാൻഡ്സ്കേപ്പിലോട്ട് വെക്കേ, ലാൻഡ്സ്കേപ്പ്. അപ്പോ നമ്മൾ ഈ ഹൈഡ്രോ കാർബണില് ഒരു 3 ഹോമോലോഗസ് സീരീസുകളെ പറ്റി പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ ആ മുഖങ്ങൾ? 3 എണ്ണം പഠിച്ചായിരുന്നോ? നിങ്ങൾ പഠിച്ചായിരുന്നോ? അസർ പറഞ്ഞേ അങ്ങോട്ട്. എനിക്കാണെങ്കിൽ അസറിനെ അങ്ങോട്ട് കണ്ടിട്ട് ചോദിക്കാൻ മുട്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അസർ എന്ത് തെറ്റ് ചെയ്തത്? ഞാനെന്ന് ചായ ഇരിക്കുന്ന ടീച്ചർ പ്രശ്നം. എനിക്ക് ഇവിടെ നോക്കുമ്പോ നീ ഇങ്ങനെ ഇരിക്കാൻ പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ വിളിക്കുന്നത്. ഹൈഡ്രോ കാർബൺ ഈ ചാപ്റ്ററിനകത്ത് ഒരു 3 ഹോമോലോഗസ് സീരീസുകളെ നമ്മൾ പഠിച്ചിരുന്നു. ആരാണത്? ഏവരാണത്? യെസ്, യു ക്യാൻ. പോരട്ടെ, തൊണ്ടേ കുടുങ്ങിക്കാണും. കാർബൺ ഹോമോലോഗസ് സീരീസ്. സുഭാഷ്. പിന്നെ ചാടിച്ചാവടെയാണ്. നിങ്ങൾ പോയി ചോദിക്കായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ പോലെ ഇത് ആരാ പഠിപ്പിച്ചിരുന്നു? ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് വിഷമാവത് അങ്ങനത് ഹാൻഡ് റൈസ് ചെയ്യാതെ അൺമ്യൂട്ട് ചെയ്തത്. ഹാൻഡ് റൈസ് ചെയ്യാതെ ഒരാൾ പോലും അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. എനിക്കറിയില്ല നിങ്ങൾ ആരാ അൺമ്യൂട്ട് ചെയ്തതെന്ന് കൂട്ടാ. കാർബൺ. അപ്പൊ പിന്നെ എലമെന്റ് ആരാണ്? ഇത് മണ്ടത്തരം വിളിച്ചോലോ മര്യാദ പറഞ്ഞേ. പിന്നെ ഈ സിംഗിൾ ബോണ്ട് ഇട്ട്, ഡബിൾ ബോണ്ട് ഇട്ട്, ട്രിപ്പിൾ ബോണ്ട് ഇട്ടൊക്കെ എഴുതുന്ന കുറച്ച് ആൾക്കാർ ഇനി ഓർമ്മ വന്നാലോ? ഓർക്കുന്നുണ്ട്. എന്നാ പേര് പറ. കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഓർക്കണ്ട. അതാരാ? അക്ഷയ് പി. യോ മാൻ, അൺമ്യൂട്ട് ചെയ്യൂ വേഗാവട്ടെ. കാര്യമല്ല, നമ്മളെ തല്ലൂടി അൺമ്യൂട്ട് ചെയ്യും. നമുക്ക് തല്ലൂടൊന്നും എടുത്ത് പുറത്താക്കി അൺമ്യൂട്ട് ചെയ്യും. ഞാൻ പറ. അത് തന്നെ ആൽക്കൈനും ഒരാളോട് ഉണ്ടല്ലോ. ആൽക്കീനും വർമോൺ അറിയില്ല. എന്താ ഇത്? പുതിയ ആളോട് ചോദിക്കാം. ഇതല്ലിപ്പൊ നീ നേരത്തെ പറഞ്ഞത്. അപ്പൊ നേരത്തെ വേറെ എന്തിനാണ് പറഞ്ഞത്? ഞാൻ അങ്ങനെയാണല്ലോ കേട്ടത്. നീ ഒന്നുകൂടി പറഞ്ഞേ ശരിക്കും. ഇടിക്കണേ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഉണ്ടം പോയി. വേറെ എന്തായാലും ഓർമ്മയില്ല. ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞു. ഇനി ആളോട് ചോദിക്കണേ, വേറെ ചോദിക്കാം. അല്ലെങ്കിൽ ടെൻഷൻ ആവും. പുതിയ ആളോട് ചോദിക്കാം. സ്റ്റേറ്റ് പറഞ്ഞേ.
ഓർത്തങ്ങോട്ട് പറഞ്ഞേ. സ്റ്റെയിൻസ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ല, കാരണം സ്റ്റെയിൻസിനെ കഴിഞ്ഞ ഞാനല്ലേ പഠിപ്പിച്ചത്. ഇവരെയൊക്കെ ഞാനാ പഠിച്ചത്. എന്നിട്ട് ഇരിക്കണ്ടില്ലേ? പറ. ആൽക്കീനും ആൽക്കൈനും ഒരാൾ കൂടി ഉണ്ടല്ലോ. എന്തുവാ ഇത്? അൽഷിമേഴ്സ് ആണോ? എന്തോ അസറിന്റെ പിന്മുറക്കാരനാ ഇന്ന് ഞാൻ നോട്ട്. അടുത്ത എവിടെയാ? ഞാൻ പുതിയ ആൾക്കാർ ചോദിക്കണേ. ഗൗരി നന്ദ, നന്ദന, സോറി, കമണരോടി വേഗം പറഞ്ഞോ. പറഞ്ഞില്ല ചേച്ചി കൂടെ ഇരിക്കുന്നേ. വേഗം പറഞ്ഞോ. ആ 3 ഹോമോലോഗ സീരീസ് 9ാം ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് പറഞ്ഞുതരൂ പേര്? എന്താണ് ഗുയിസ്? ഓ, ആൻമേരി അവിടെ കൈ ഹാൻഡ്, സോറിടാ മറന്നുപോയി. നിനക്കറിയാം, എനിക്കറിയാം. ഓക്കെ. അപ്പോ ഹൈഡ്രോ കാർബൺസിനെ ആക്ച്വലി കുറെ ഉണ്ടല്ലോ പഠിക്കാനായിട്ട്. കകതളായി എണ്ണങ്ങൾ നീണ്ടുന്നവർന്ന് കിടക്കല്ലേ. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അങ്ങ് ഗ്രൂപ്പ് ചെയ്യണം, കുറച്ച് ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവരെ 2ആയി ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെ? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. ദിൽഷാൻ ആൻഡ് ദിൽദർ അൺമ്യൂട്ട് ചെയ്തേ. അതില വലത്തിരിക്കുന്നവർ ഉത്തരം പറയുന്നുണ്ട്. വലത്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കൈപൊക്കേ, ഒരാൾ കൈപൊക്കേ, ഇതിൽ ഒരാൾ. നിന്റെ അപ്പുറത്തിരിക്കുന്ന, അതാണ് ഞാൻ പറയുന്നത് വലത്തിരിക്കുന്ന. അതിന്റെ പേരെന്താ? ദിൽദർ ആണോ? യെസ്, ദിൽദർ പറഞ്ഞേ. ഈ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ആരാണ് സാച്ചുറേറ്റഡ്? ഇതാടാ, നേരെ ഇരിക്കടാ, ഇങ്ങടാടാ. പറ, ആരാണ് സാച്ചുറേറ്റഡ്? ഓ, എന്താ കേട്ടില്ലേ? ആൽ എ ആണോ ഇ ആണോ ഐ വൈ ഐ അതാണോ പറയണേ? ഏതാ പറയണേ? ഒന്നും കൂടെ പറയടാ. ഡാ അപ്പുറത്തിരിക്കുന്നവനെ മിണ്ടാതിരിക്കടാ. ഒരു കൊല്ലായിട്ട് നിങ്ങൾ ഞങ്ങൾ കാണുന്നു. പിന്നെ ഓർത്തവിടെ തോപ്പിക്കാം. പറ, ആരാ? ആൽക്കെയിൻ, ഈൻ, ഐൻ ആരാ? യെസ്, എയ്നാണ്. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങൾ. ഇമാരി ചപ്പിളി ചോദ്യങ്ങളാണ് ടീച്ചർ ചോദിക്കുന്നത്. ആണല്ലേ? യെസ്. അപ്പൊ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞ് ആ കാറ്റഗറിയിൽ വിടുന്ന ഒരാൾ ആരാണ്? ആൽക്കെയിൻ ആണ്. ബാക്കി 2 ആൾക്കാരും എന്തിനകത്ത് വരുന്നേ? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നവരാണ്. ആരൊക്കെ? ആൽക്കീനും ആൽക്കൈനും. ഞാനിതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ വെറുതെ എഴുതി വെക്കണം ബുക്കിനകത്ത്. നീ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കില്ലോ. മറച്ചു നോക്കാണെങ്കിൽ ബുക്കിനകത്ത് എന്തെങ്കിലും വേണ്ടേ? അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ആടാ പിന്നെയും ക്യാമറ ഓഫ് ആക്കി പോകുന്നത്? ഞാൻ പറഞ്ഞു ക്യാമറ ഓഫ് ആക്കിട്ട് എങ്ങോട്ടും പോകണ്ട, ഓൺ ആക്കി വെച്ചിട്ട് പൊക്കോളാം എവിടേക്കാണെങ്കിലും. എന്നുവെച്ചാൽ അത് കൊണ്ടുപോകണമെന്നില്ല, അതവിടെ വെച്ചിട്ട് ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് വരും. ഓക്കെ. അപ്പോ ആൽക്കെയിൻ എന്ന് പറഞ്ഞ എന്താ ഈ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞ? ആർക്ക് പറയാൻ പറ്റാ എന്താ ഈ ഹോമോലോഗസ് സീരീസ് എന്ന്? സിനാൻ അൺമ്യൂട്ട് ചെയ്തേ. ഇന്ന് എല്ലാവരും വിളിക്കണം, ഫസ്റ്റ് ക്ലാസ് അല്ലേ. ഫസ്റ്റ് ക്ലാസ് നമ്മളിങ്ങനെ വിളിച്ചു പോകണം. സിനാനെ പറയാ, നീ എവിടെയാണ്? എത്ര മണിക്കാണ് ക്ലാസ്? ഉമ്മാനെ സഹായിക്കാൻ നിൽക്കണം. ഉമ്മനെ സഹായിക്കണം നീ. എന്താ വർമോൺ? ഒന്നുകൂടി പറ. എന്നിട്ട് നീ പറയണ ഒന്നുകൂടി പറ, ഞാൻ കേൾക്കണില്ല. സഹായിക്കാൻ ആരെങ്കിലും സഹായിച്ചാൽ മതി കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ സഹായിക്കാം. 3 റെസ്റ്റ് എടുക്കാൻ പാടില്ല 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സഹായിക്കാം. കേട്ടല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഈ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് പറഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഇല്ല. എന്നിട്ട് ഉമ്മാനെ സഹായിക്കാൻ നടന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ എനിക്ക് ഒന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു വന്നാ കണ്ണിനെ കുത്തി പൊട്ടിക്ക് ഞാൻ. കൃത്യം 6:15 ക്ലാസ്സിലാണ് കേട്ടാ. പുതിയ ആളെവിടെ? അടുത്ത് ഒരു പുതിയ ആളുണ്ടല്ലോ.
നിവേദിത ഒളിച്ചിരിക്കുക കളി നമ്മുടേത്. ആ എന്താ ഈ ഹോമോലോഗസ് സീരീസിന്റെ കുറച്ച് പ്രത്യേകത? എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. പറഞ്ഞോളുക, ഇങ്ങോട്ട് പറയാ. ഓ മറന്നു എല്ലാരും കളിച്ചു. ജാൻവി പറഞ്ഞ, ജാൻവി എന്താ ഈ ഹോമോലോഗസ് സീരീസിന്റെ പ്രത്യേകത? ഇന്ന് ചോദിക്കാത്ത ആരൊക്കെയാ? അനഘാലക്ഷ്മി ഉണ്ട്, കൃഷ്ണജിത്ത് ഉണ്ട്, ആനുണ്ട്, ജോഷ, കുറെ പേരുണ്ട്. ആ യെസ്, കമാൺ കമാൺ കമാൺ. ജാൻവി അവിടെ പോയാ? അവിടെ ഉണ്ട്. ആ പറ, എന്താ ഹോമോലോഗസ് സീരീസിന്റെ പ്രത്യേകത? ഓർമ്മയുണ്ടാ? കേക്കണില്ലല്ലോ, ഒന്നുകൂടെ പറ. ഓർമ്മയില്ല. Okay, then I will call somebody else. Joshua. അല്ല, അറിയാവുന്നവരുണ്ട് ഞാൻ അൺട്രീസ് ചെയ്തോട്ടാ. ഞാൻ മാന്യാണ്, ഞാൻ എങ്ങനെയും പറയും, ഉത്തരം കിട്ടിയാ മതി. ജോഷുവ ഇസ് ലൈക്ക് അറിയാവുന്ന ആരെയും കൈപോക്കടാ പ്ലീസ്, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാണ്ട്. അൺമ്യൂട്ട് ചെയ്യുമ്പോനെ നിന്നെ തന്നെ വേഗാവട്ടെ. പറഞ്ഞോളൂ. ദേവനാഥ് കൈ ബുക്ക് ചെയ്യാൻ ദേവനാഥോട് ചോദിക്കട്ടാ. മോനെ ദേവനാഥേ പറഞ്ഞോളൂ. ദേവനാഥ് പറഞ്ഞോ, വേറെ ആരും പറയില്ല. അയ്യോ കേക്കില്ല. CH2ന്റെ കാർബൺ 1 ഹൈഡ്രജൻ 2 ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഓർമ്മയുണ്ടോ? അതൊക്കെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞ ടീച്ചർ. രണ്ടാമത്തെ ഉത്തരത്തിന്റെ ആവശ്യമുണ്ടോ? വേണ്ട, നീ ഒരെണ്ണം പറഞ്ഞല്ലോ മതി. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ മക്രോണികളും എന്ത് വേണം? ഒരു ആ ബേസിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നും പറഞ്ഞൊരു സാധനം ഞാൻ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് അങ്ങോട്ട് അയക്കാം കേട്ടോ. അത് കണ്ടിട്ട് നോട്ടിനകത്ത് എഴുതിട്ട് വരണ്ട നാളെ അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ പറയരുത് കേട്ടല്ലോ. ഓക്കെ, അപ്പോ ഈ ഹോമോലോഗസ് ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇവര് 3 പേരും ഹോമോലോഗസ് സീരീസുകളാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർക്കെല്ലാം ഒരു ജനറൽ ഫോർമുല ഉണ്ടായിരിക്കും. ഇതുപോലെ n നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണെങ്കിൽ ആൽക്കൈനിന്റെ അകത്ത് എത്ര ഹൈഡ്രജന്റെ എണ്ണം ഉണ്ടാവും? 2n പ്ലസ് 2 നമ്പർ ഓഫ് ഹൈഡ്രജൻസ് ഉണ്ടാവും. അതായത് ഒരു കാർബണാറ്റമുള്ള n is equal to 1, ഒരു കാർബണാറ്റമുള്ള ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കാണും? 2 × 1 + 2 4. അതായത് CH4 ഒരു കാർബണാറ്റമുള്ള ആൽക്കൈനിന്റെ മോളിക്യുലർ ഫോർമുല will be CH4. എങ്ങനെ കിട്ടിയത്? ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 2n + 2 ആയിരിക്കും. ഓക്കെ, CmH2n + 2 ആയിരിക്കും. ഇനി ആൽക്കീൻ, ആൽക്കൈൻ ഇവരുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് നോക്കാം. അവർക്കും ഇതുപോലെ തന്നെ ഒരു ജനറൽ ഫോർമുലയുണ്ട്. അത് കൂടാതെ ഇവര് 3 പേരുടെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനകത്തെ മെമ്പേഴ്സ് തമ്മിൽ, അതിനകത്ത് കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ആദ്യത്തെ മെമ്പർ CH4 ആൽക്കൈന്റെ കേസ് ആണെങ്കിൽ, രണ്ടാമത്തെ ആള് C2H6, മൂന്നാമത്തെ ആള് C3H8. ഇങ്ങനെ മെമ്പേഴ്സ് അതിനകത്ത് മെമ്പേഴ്സിന്റെ ഇടയിൽ സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ, തൊട്ടടുത്ത ആൾക്കാർ തമ്മിൽ, ഇയാളും തമ്മിലല്ല നമ്മൾ പറയണേ, തൊട്ടടുത്ത ആൾക്കാർ തമ്മിൽ ഒരു കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. ആൽക്കൈൻ ആയാലും ആൽക്കീൻ ആയാലും ആൽക്കൈൻ ആയാലും ആരായാലും.
അവര് തമ്മില് ഒരു കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും ഡിഫറൻസ് ആണ് അവർ തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ഇക്കൊല്ലം പഠിച്ചതല്ലാട്ടാ. കഴിഞ്ഞ കൊല്ലം പോലും പറയാൻ പറ്റില്ല. കാരണം എന്താ, 6 മാസം പോലും തികഞ്ഞിട്ടില്ല. നമ്മൾ നിങ്ങളുടെ എക്സാം മാർച്ചിൽ എഴുതിയത്. അപ്പൊ ഒരു ഫെബ്രുവരി ജനുവരിയിലൊക്കെ ആയിട്ട് ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവും. മാക്സിമം ഫെബ്രുവരിയിൽ എടുത്തിട്ടുണ്ടാവുള്ളൂ, ജനുവരിയിലൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആൽഷിമേഴ്സ് തന്നെ ഒരു സംശയവും ഇല്ല എല്ലാവർക്കും കേട്ടോ. നന്നായി വാ, പഠിച്ചിട്ട് വരണ അടുത്ത ക്ലാസ്സിലോട്ട്, ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ ശരിയാക്കും. ആരാ അവിടെ ക്യാമറ പോർട്രേറ്റിലും വെച്ചിരിക്കുന്നതാ? തിരിച്ചു വെക്ക് ഗൈസ്. തിരിച്ചു വെക്ക് ക്യാമറ. ഓക്കെ, സെറ്റ്. അപ്പോ ഇത് എഴുതി വെച്ച ബുക്കില മറന്നു പോകുമ്പോ പെട്ടെന്ന് ഓടിച്ചു മറച്ചു നോക്കാതെ ഭംഗിയെ എഴുതി കഴിഞ്ഞ എല്ലാരും എഴുതിയേ? എല്ലാരും എഴുതിയില്ലടാ. എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എഴുതി. യെസ്. അപ്പോ ഇനി ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ തുടങ്ങിയ ആൾക്കാരുടെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ അവരുടെ പ്രത്യേകത? ഒരു പ്രത്യേകത ഇല്ല. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ കാർബൺ ആറ്റങ്ങൾ തമ്മിലും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എത്ര കാർബൺ ആറ്റം, 10ഓ 12ഓ 20ഓ 25ഓ എത്ര കാർബൺ ആറ്റം വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഓൺലി സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതാണ് ആരുടെ പ്രത്യേകത? അതാണ് ആരുടെ പ്രത്യേകത? ആൽക്കെയിന്റെ പ്രത്യേകത. ആൽക്കെയിൻ. യെസ് ആൻസർ, ആൽക്കെയിൻ. ഏത് കഴിഞ്ഞില്ലേ? എന്നാ സ്ക്രീൻഷോട്ട് എടുക്കും. എന്നാലും കൃഷ്ണവേണി എനിക്ക് മനസ്സിലായില്ലല്ലോ എന്റെ ഗൗരി. എടുത്തു. ഞാൻ സ്ക്രീൻഷോട്ട് അവിടെ ആവിയിൽ വേവിക്കാൻ വെക്കരുത്, ബുക്കിനകത്തോട്ട് എഴുതണം കേട്ടോ. അപ്പോ ഇനി ആൽക്കീനിന്റെ പ്രത്യേകത എന്താ? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. ഡബിൾ ബോണ്ട്, അതായത് ഒരെണ്ണം മതി. എത്ര സിംഗിൾ ബോണ്ട് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ആ ഇരിക്കുന്ന കൂട്ടത്തില് ഏതെങ്കിലും 2 കാർബൺ ആറ്റം തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടോ എങ്കിൽ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആൽക്കീനിന്റെ എക്സാമ്പിൾ ആണ്. ഗോട്ട് ഇറ്റ്? ഇനി അതുപോലെ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്, ആൽക്കൈൻ. എത്ര ആൾക്കാർ തമ്മിൽ അവിടെ സിംഗിൾ ബോണ്ട് ഉണ്ടായിക്കോട്ടെ, എത്ര സിംഗിൾ ബോണ്ട് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അവിടെ എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് 2 കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ, 2 കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ it is an example for alkyne. It is an example for alkyne. Okay, AEY. A ആണ് ആദ്യം വരിക അല്ലെ, സോ സിംഗിൾ ബോണ്ട്. E ആണ് രണ്ടാമത് വരിക, അപ്പൊ 2 ബോണ്ട്. Y ആണ് ലാസ്റ്റ് വരിക, അപ്പൊ ട്രിപ്പിൾ ബോണ്ട്. എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെച്ച് നിങ്ങളത് പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അതിഥി ഫോൺ മര്യാദയ്ക്ക് വെച്ചേ, എന്തുവാ ഇത്? ഓക്കെ, സെറ്റ്. നോട്ടൊക്കെ അത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും, സിംഗിൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ. പിന്നെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി നമ്മൾ ഇവരുടെയൊക്കെ സ്ട്രക്ചർ, അവർക്ക് കുറച്ച് ഫോർമുലകൾ നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടാവും. ഞാൻ ഒരാൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നിങ്ങൾ അയാളുടെ ഇതെല്ലാം എഴുത്. സ്ട്രക്ചറിൽ ഞാൻ വരച്ചത് ആദ്യം പഠിക്കേണ്ടത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. നമുക്ക് തൽക്കാലം 2 കാർബണാറ്റം ഉള്ള ആൽക്കെയിനെ ഞാൻ വരച്ചിട്ടുണ്ട്. ചുറ്റും എത്ര ഹൈഡ്രജൻ, എത്ര കാർബൺ എന്നൊക്കെ കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. So guys, write down its molecular formula, contents formula and IUPAC name. വേഗം എഴുതിക്കോ, എല്ലാവർക്കും അറിയാം. വേറെ എഴുതിക്കോ. ദേവനാഥ് യാത്രയിലാണോ? ഇങ്ങോട്ടേക്ക് നടക്കണേ. വീട്ടിലോട്ട് പോവാനാണോ? ഓക്കെ ഓക്കെ. ക്യാമറ ഓൺ ആയിരിക്കുന്നോണ്ട് ഞാൻ എന്തോ സഹിക്കും. അനഘാലക്ഷ്മി, ആ ഭംഗിയുള്ള കണ്ണുകൾ മാത്രം കാണിക്കാണ്ട് എനിക്ക് മൊത്തം മുഖം കാണിച്ചതാ.
ഇത്ര മാത്രം കാണിച്ചിരിക്കുക. നേരെ വെക്കിയ ഫോൺ അവിടെ എല്ലായിടത്തും കൈ പിടിച്ചിരിക്കാണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചേ പ്രോപ്പറായിട്ട്. ആ കട്ടിലുമ്മലാണല്ലേ? ആണോ? അല്ല, എഴുതാ അങ്ങോട്ട് എഴുതാ. എല്ലാവരും എഴുതി കഴിഞ്ഞവരെ ഹാൻഡ് റൈസ് അങ്ങോട്ട് ചെയ്യാ. 4 എഴുതി മീൻസ് 3 സ്ട്രക്ചറൽ ഫോമിലാണ് ഞാൻ തന്നിട്ടുള്ളത്. ബാക്കി 3 എഴുതി കഴിഞ്ഞാൽ പ്ലീസ് ഹാൻഡ് റൈസ് ഗൈസ്, പ്ലീസ് ഹാൻഡ് റൈസ്. നിലത്താണ് ഇരിക്കുന്നത്. ഓക്കെ അനകലക്ഷ്മി, വൈ? എന്തിനാണ് നിലത്തിരിക്കുന്നത്? വീട്ടിൽ തിണ്ണപ്പുറം ഇല്ലാഞ്ഞിട്ടാണോ? മേശകൾ ഇല്ലാഞ്ഞിട്ടാണോ? എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങോട്ട് എല്ലായിടത്തും കൊണ്ട് വെച്ചു കൊടുക്കും. എഴുതി കഴിഞ്ഞാൽ അപ്പ ഹാൻഡ് റൈസ് ചെയ്യാട്ടെ ഗൈസ്. ഞാൻ ചോദിക്കുമ്പോ എഴുതി കഴിഞ്ഞു എന്റെ പറഞ്ഞിരിക്കാണ്ട ഞാൻ. എഴുതി കഴിഞ്ഞാൽ അപ്പ ഹാൻഡ് റൈസ് ചെയ്യണം. ജാൻവിക്ക് ഇരുട്ടത്തിൽ എന്ത് വല്ലതും എഴുതാൻ പറ്റുന്നുണ്ട്? ജാൻവി എന്ത് ഇരുട്ടാണ് അവിടെ? 6:45 ഇരുട്ടുള്ള നേരമാണ്. ജാൻവിയുടെ ഡ്രസ് വെള്ള കളറായോണ്ടാണ് ഞാൻ പിന്നെ കാണുന്നത് ജാൻവിയോടെ അനങ്ങേണ്ടത്. ഈ ഇരുട്ടത്തിന് എങ്ങനെ കാണും ഞാൻ? ഇറ്റ്സ് വെരി ടഫ്. ഹാൻഡ് മര്യാദ കഴിഞ്ഞു ഗൈസ്. പിന്നെ ആരുടെയാണ് കഴിഞ്ഞതാ? കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. ഹാൻഡ് ഡൗൺ ചെയ്യണ്ട, ഹാൻഡ് റൈസ് ചെയ്ത് വെക്കാം. ഓക്കെ, അക്ഷയ് പിയുടെ കഴിഞ്ഞു. എന്താ ആരുടേത്? എന്താ? ആ അതിന്റെ മോളിക്കുലർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല, UPSC-ലെ അതാണ് ചോദ്യം. ഗുഡ്. ഗൗരിയുടെ കഴിഞ്ഞോ? പിന്നെ ആരും കഴിഞ്ഞില്ലേ? എടാ ഹാൻഡ് റൈസ് അവര് പിന്നെ ഹാൻഡ് ഡൗൺ ചെയ്യണ്ടാണോ? വെക്ക്. കയ്യൊന്നും പൊക്കിക്കണ്ടില്ല, അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാനല്ലേ, വെക്കാൻ കൊടുക്കും. ഓക്കെ, നിവേദിതയുടെ കഴിഞ്ഞു, അനഘലക്ഷ്മിയുടെ കഴിഞ്ഞു. പിന്നെ ദിൽഷാൻ ദിൽദറിന്റെ കഴിഞ്ഞില്ലേ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആവണാണല്ലോ. കൃഷ്ണജിത്ത്, സ്റ്റെയിൻസ്, ദൃശ്യ, സിനാൻ, അസർ, ജോഷ്വ, ദേവനാഥ് പിന്നെ വണ്ടിയിലാണ്. ജാൻവി, അസർ അല്ല ഹസാൻ. ഹസാൻ ക്യാമറ ഓൺ ആക്കി വെച്ചേ. എഴുതി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇനിയും ഉണ്ടല്ലോ. വേഗം ആവട്ടെ. ഇത് എന്തുവാ ഇത്? കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കിട്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടേണ്ടതാണ്. എനിക്ക് അറിഞ്ഞുകൂടാന്ന്. മാന്യ മര്യാദക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യണോ നോക്കി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ആരത്? ആരാടാ? പേരും കൂടെ പറഞ്ഞിട്ട് പറയടാ, എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എവിടെ? ഞാൻ കണ്ടു. ഓക്കെ, നിങ്ങൾ പറയുമ്പോ ആകെ 20 പേരേ ഉള്ളൂ. നിങ്ങൾ സ്ക്രീൻ അറിഞ്ഞിരിക്കല്ലേ? ശരിടാ. പിന്നെ ഓക്കെ. കൃഷ്ണ ഇതിന് കഴിഞ്ഞടാ? കഴിഞ്ഞില്ല. ഇത് ഓക്കെ. ദൃശ്യ, പിന്നെ സിനാൻ, ജോഷ്വ, സ്റ്റെയിൻസ്, വൈഗ കഴിഞ്ഞ. അറിയാത്തവർ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എനിക്കറിയില്ല. ഓക്കെ സിനാൻ, ഗോട്ട് ഇറ്റ്. പിന്നെ സ്റ്റെയിൻസിന് കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞ ഹാൻഡ് റൈസ് താഴെ ഇങ്ങനെ റിയാക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൈ പൊക്കിക്കുന്ന സാധനം. അപ്പൊ ഞാൻ അത് നോക്കിയിരിക്കണേ. അക്ഷയ് ആദ്യം കൈ പൊക്കി ഇരുന്നിട്ട്
എന്താ? ഒന്നും കൂടി വെട്ടിയിട്ട് എഴുതുവോ? ഇതിന് മാത്രം ഉണ്ടോ എഴുതാൻ? ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞു. കഴിഞ്ഞവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യൂ ഗൈസ്. വൈകേ കഴിഞ്ഞ എന്താ അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? എന്ത് സാർ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ആ മിസ് വൈഗ, താങ്കൾ അൺമ്യൂട്ട് ചെയ്ത് പറയേണ്ടതാണ്. ഓക്കെ. ദിൽഷാൻ ദിൽദർ കിട്ടണില്ല, കിട്ടണില്ല. ഇല്ലാന്ന ഉണ്ടെന്ന. ഓക്കെ, കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് മിണ്ടാതെ ഇരിപ്പുണ്ട്, കുറച്ച് പേര് കമന്റ് ബോക്സിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡൺ. സോ ഗൈസ്, ഞാൻ ആൻ പറഞ്ഞേ മോളിക്കുലാർ ഫോർമുല എന്താന്ന്? C2H6. എങ്ങനെ കിട്ടി C2H6? എന്താ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഗൈസ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? CO2. എന്താ അങ്ങനെ എഴുതാൻ കാരണം? നമ്മൾ COO എന്ന് എഴുതിയില്ലല്ലോ. എന്താ CO2 എന്ന് എഴുതാൻ കാരണം? മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? എത്ര എണ്ണം ഉണ്ടെന്ന് എടുത്ത് എഴുതണം. അതാണ് നമ്മുടെ പരിപാടി. അതായത് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് എണ്ണി എഴുതണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ എണ്ണാറിയില്ലേ? എണ്ണാറില്ലടാ. എല്ലാവർക്കും എണ്ണാറിയില്ലേ? എല്ലാവർക്കും എണ്ണറിയാം. സിനാൻ എണ്ണറിയോ? എല്ലാവർക്കും എണ്ണറിയോ? ഒരു പണിയില്ല, എണ്ണിയാ മതി. 1 2 അപ്പൊ C2, 1 2 3 4 5 6 C2H6. That's it. അപ്പൊ ആ നമ്പർ എന്ത് ചെയ്യണം? അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയി എഴുതി കൊടുക്കണം. കാർബണ് വേണം ആദ്യം എഴുതാൻ. ഓക്കെ, കാരണമൊന്നുമില്ല, കാർബൺ ആദ്യം എഴുതിയാൽ മതി, മാത്രമേ ഉള്ളൂ. അല്ല ഇലക്ട്രോണൈറ്റ് പറയാണ്ടിരിക്കണം, അങ്ങനെയൊക്കെ നിലവില്ല. കാർബൺ ആദ്യം എഴുതുന്നത്. C2H6. അടുത്തത് കണ്ടൻസ്ഡ് ഫോർമുല. ആരാ പറയാൻ പോകുന്ന കണ്ടൻസ്ഡ് ഫോർമുല? വൈഗ, ടെൽ മീ വൈഗ, എന്താണ് ഈ കണ്ടൻസ്ഡ് ഫോർമുല? ഇയാളുടെ കണ്ടൻസ്ഡ് ഫോർമുല നമ്മളിപ്പോ എഴുതിയ ആളുടെ എന്താടാ? CH3. അപ്പൊ എങ്ങനെയാ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക? ബോണ്ട് എവിടെയുള്ള ബോണ്ട് എഴുതേണ്ടത്? എനിക്കത് എഴുതാനറിയാം. ഇതിപ്പോ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചാൽ അതൊരു ഒന്നൊന്നര ചോദ്യം ടീച്ചർ. അതേ പറയില്ല, അത് വല്ലാത്ത പ്രശ്നമാണല്ലോ. അങ്ങനെ ഓർമ്മ ചെയ്ത് എന്താന്നൊന്നും എനിക്കൊരു ഓർമ്മയൊന്നുമില്ല. എന്നാലും ഏകദേശം ധാരണ വെച്ച് അങ്ങനെ എഴുതി. എന്നാ ഓർമ്മയുള്ളവരില്ലാത്തവരൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. എങ്ങനെ എഴുതാ? നമ്മൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കാർബൺ ആറ്റങ്ങളെ നോക്കാം. ആരൊക്കെയാണ് നമ്മുടെ കാർബൺ ആറ്റംസ്? ഇവർ രണ്ടുപേരുമാണ്. അവരെ രണ്ടുപേരെയും മാന്യ മര്യാദയ്ക്ക് താഴേക്ക് എടുത്ത് എഴുതുക. എങ്ങനെയാ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആ 2 കാർബണിനെയും എടുത്തെഴുതി നടുവിലെ ബോണ്ട് ഏതാണോ അതെടുത്ത് എഴുതി. സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, ഡബിൾ ആണെങ്കിൽ ഡബിള്. ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഏതാണോ ആ ബോണ്ട് അടക്കം എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഇനി ആ കോമ്പൗണ്ടിൽ ബാക്കിയുള്ളത് ആരാണ്? ഓരോ കാർബണിന്റെയും ചുറ്റുമുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളാണ് അതിനകത്തുള്ളത് അല്ലെ. ഈ കാർബണിന്റെ ചുറ്റും 1 2 3 ഹൈഡ്രജൻ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? H എന്ന സിമ്പൽ കൊടുത്തു, ആ എണ്ണം എടുത്തെഴുതി. ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും 1 2 3 ഹൈഡ്രജൻ. H എടുത്തെഴുതി, 3 എണ്ണം എടുത്തെഴുതി. അതായത് കോമ്പൗണ്ടിനകത്തെ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് നമ്മൾ കാണിക്കണം. കൂടെ ഓരോ കാർബണിന്റെ ചുറ്റുമുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എടുത്തെഴുതണം. ഇതാണ് നമ്മുടെ ജോലി. അതങ്ങോട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്.
ഇനി IUPAC നെയിം. IUPAC നെയിം ആരാണ് പറഞ്ഞുതരാൻ പോകുന്നത്? കൃഷ്ണ ഇതിനറിയാവോ IUPAC നെയിം എന്താണെന്ന്? എന്താ പേര്? എന്താ? എയിം മാത്രമേ കേൾക്കുള്ളൂ ഞാൻ, അതിന്റെ ഫ്രണ്ടിലെ സാധനം കേൾക്കാത്ത എന്താ? കൃഷ്ണജിത്തെ അൺമ്യൂട്ട് ചെയ്ത് ഒന്നും കൂടെ പറ. നിന്നെ ഞാൻ ഇന്ന് എത്ര കാർബൺ ആറ്റം ഉണ്ട് കൃഷ്ണജിത്ത് അതിനകത്ത്? ഡേ ശ്രദ്ധിച്ചിരിക്കടേ, ഉത്തരൊക്കെ പറഞ്ഞല്ല വലിയ ഇരിക്കുക, തെറ്റാണ്, അൺമ്യൂട്ട്. എത്ര ഹൈഡ്രജൻ കാർബൺ ആറ്റം ഉണ്ട് അതിനകത്ത്? രണ്ടെണ്ണം. രണ്ടെണ്ണം വരുമ്പോൾ വേർഡ് റൂട്ട് എന്താണ്? അറിയാം, എന്നിട്ട് പിന്നെ നീ എന്തിനാ ഹെക്സൈൻ ചെയ്ത് വെച്ചേക്കണേ? എന്താ പെട്ടെന്ന് പറഞ്ഞപ്പോ മാറിപ്പോയതാ, അങ്ങനെയാണോ? മാറിപ്പോയതാന്ന് കേട്ടോ. പരീക്ഷയ്ക്കും പെട്ടെന്ന് എന്താ മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ എന്താ UPSC നെയിം എങ്ങനെ എഴുതുക? നമ്മൾ നോക്കി എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കി. രണ്ടെണ്ണം. 2 കാർബൺ ആറ്റം വന്നാൽ നമ്മള് ഇത്ര കാർബൺ ആറ്റത്തിന് ഇന്ന വേർഡ് റൂട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒരു സാധനം അങ്ങ് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയില്ലടാ, എല്ലാവർക്കും അറിയില്ലേ ഇത്? എല്ലാവർക്കും അറിയില്ലേ? അറിയാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത് അറിയാത്തവർ ഇത് അറിയാത്തവർ ഹാൻഡ് റൈസ് ചെയ്യൂ ഗൈസ്. ആരുമില്ല. എല്ലാവർക്കും അറിയാം. ഒരാളുണ്ട്. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സർ വേണ്ട, അടുത്ത ആളുണ്ട്. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് പറയിക്കാം, ഓരോരുത്തരെ കൊണ്ടും പറയിക്കാം. Come on everybody. ദിൽഷാം, ദിൽദർ. ദിൽഷാം പറയൂ, ദിൽദർ പറയൂ, വേഗാവട്ടെ. എത്ത പ്രോപ്പർ ബ്യൂട്ട. പോയി ഒക്ടോപസ് പോയി. ഒക്ടനോൺ ഡെക്ക്. അപ്പുറത്തിരിക്കുന്നവൻ പറഞ്ഞേ ദിൽദർ. ബട്ടനടാ ബ്യൂട്ട. ഡേ നേരെ നോക്കടേ, എന്താണ് ആരതൊക്കെ? ഒന്നുകൂടെ പറഞ്ഞേ, ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ പറഞ്ഞേ. നീ എന്തൊക്കെ പറഞ്ഞേ? ഹോസ്പിറ്റലാ? നേരെ നോക്കിയേ ഡാടാ, എങ്ങട് വീണ്ടും പോണേ നീ. ഇനി എന്തിനാ ഒട്ടിച്ചേക്കടാ, ഇനി പറ. ബ്യൂട്ട്. നോക്കി വായിക്കുന്നത് ശരിക്കും വായിക്കണ്ടോ? എന്നിട്ട് എന്താ ബാക്കിൽ കൂടെ വേറെ അശ്വരി കേൾക്കണത്? പെന്റ്. ഹെപ്റ്റൊരെണ്ണം പോയി, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പോട്ടെ. കൃഷ്ണ കൊറേ ദിവസം ഉണ്ടല്ലോ, അപ്പൊ ചോദിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കൃഷ്ണത്തെ പറയടാ. പോയാ? പറഞ്ഞോ. എനിക്ക് കേൾക്കില്ലടാ, ഉറക്കെ പറയടാ. നയന്റെ സാധനം തൊട്ടാ. നയന്റെ സാധനം നൊണ്ണ. പത്താമത്തെ കൂടെ പറയാൻ എന്താണ് അത്ര പ്രശ്നം? അയാളോട് എന്തിന് എത്ര വിരോധം?
ഡെക്കേഡ്, ദശാബ്ദം, 10 വർഷം എന്നൊക്കെ പറയുമ്പോ ഡെക്കേഡ് അതിന് ഞങ്ങൾ പറയാറില്ല ടീച്ചർ. എന്നാവും നിങ്ങളിപ്പോ പറയാം, അതുകൊണ്ട് ഞാൻ പറയില്ല. ഡെക്ക്. ഓക്കെ. ആൻഡ് അക്ഷയ്ക്ക് അറിയില്ല എന്നാണോ നേരത്തെ പറഞ്ഞത്? അക്ഷയ് പി, യു നോ ദാറ്റ്? പറ ചുമ്മാ ഒറ്റ പോയി. എന്നാലും സാരമില്ല, ആ കോൺഫിഡൻസ് ഞാൻ നശിപ്പിക്കുന്നില്ല. ഓക്കെടാ. പിന്നെ അയ്യോ ഞാൻ അവിടെ ചോദിക്കുന്നത് വൈക. കമാൺ 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 പറ. എനിക്ക് വയ്യാന്നോ? എന്ത് അതിലിപ്പോ ഞാൻ പറഞ്ഞേ. ഡെക്കേഡ്, ഡെക്ക് 10. എന്റെ ഇടയിൽ എന്തോ ഹെപ്റ്റിനെന്തോ വേറെ എന്തോ ആണ് പറഞ്ഞത് തോന്നുന്നു. എനിവേ ഓക്കെ. അസാറിന് അറിയില്ല എന്ന് പറഞ്ഞു. അവസാൻ അവസാൻ പിന്നല്ലേ വിളിക്കാം അവസാനെ. ഓക്കെ പറഞ്ഞോളൂ. വെരി ഗുഡ്, താങ്ക് യു. ഗൗരി. യെസ്, കമോൺട്ര. ഓക്കെ. ഇനി അടുത്ത ആരാണ്? ജസ്മി അല്ല അതല്ലേ? അയ്യോ ജസ്മി അവിടെ പോയി പറഞ്ഞ പോലെ. ഇന്ന് ലീവാണോ? എനിവേ അനികാലക്ഷ്മി വേഗം പറ. ബാക്കി പറ. ബ്യൂട്ട്, ഗുഡ് ഗുഡ് ഗുഡ്. ദൃശ്യാണോ അത്? ദൃശ്യ പറ പറ, എല്ലാരും പറയണം വേഗം. അവിടെ ഇതറിയില്ലെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ എടുത്തിട്ട് കാര്യമില്ല. യു നോ ദാറ്റ്സ് എ തിങ്. പറഞ്ഞോളൂ. മെത്ത, പ്രോപ്പർ, ഗുഡ് ഗുഡ് ഗുഡ്. ജാൻവി പറ. ജാൻവി പറ. അയ്യോ എനിക്കൊന്നും കേൾക്കണില്ല, സോറി. എന്തെങ്കിലും പറയണ്ട, സ്റ്റക്കാണല്ലോ. ഓക്കെ, ഞാൻ അടുത്ത വിളിക്കാം. എല്ലാരും ഒന്ന് ചോദിച്ചോ. ഞാൻ ഇനി അറിയാത്ത പറ ഈയടാ ഒളിച്ചിരിക്കാമറ. അവസാനാരാ? അവസാനാരാ? ഡെക്ക് തന്നെയാണോ പറഞ്ഞ? വേറെന്തോ ആണല്ലോ കേട്ടത്. എന്തിലാവട്ടെ. അപ്പോ ഇനി ആരോട് ചോദിക്കാത്ത ഗൈസ്? സത്യം പറയണം, കൈവക്ക. ചോദിക്കാത്തവരാ കണ്ടുപിടിക്കട്ടെ. വേഗം പറ. ജോഷുവ പറ പറ പറ. ബോട്ട്, പെന്റ്, ഹെക്സ്, ഓക്കെ ഡൺ.
അപ്പോൾ ഇനി പറയാത്തതായിട്ട് ആരും ഇല്ലെന്നാണ്. ജാൻവിയുടെ ക്യാമറ നെറ്റ് ശരിയായോ? ജാൻവി പോയോ? ഇവിടെ ഉണ്ട്. ഒന്ന് നെറ്റ് ഓൺ ആക്കാവോ? പക്ഷേ നെറ്റല്ല, മൈക്ക് ഓൺ ആക്കാവോ? എന്താണ് ഗൈസ്? പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ അവിടെ? ദൈവത്തിന് അറിയാം. ഓക്കെ, അപ്പൊ അറിയാത്ത ആർക്കൊക്കെ ഒന്ന് അടിച്ചാൽ പിന്നാരാ? പിന്നെ അറിയാത്ത ആളാരാ? ജാൻവി മൈക്ക് ഓഫ് ചെയ്ത് വെച്ചോ? ഫുള്ള് നെറ്റ്വർക്കിന്റെ പ്രശ്നം. ഞാൻ പറയണതെല്ലാം കേൾക്കണ്ട ഗൈസ്. ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഫുൾ അറ്റൻഡൻസ് ഉണ്ട്. ലാസ്റ്റ് എനിക്കൊരു മാർക്കില്ല എന്ന് പറഞ്ഞ് വരരുത് കേട്ടാ. അപ്പൊ സിനാനെ, നീ എന്താ ഇവിടെ ഇരിക്കണേ? എനിക്കറിയോ? അൺമ്യൂട്ട് ചെയ്തേ. അറിയോ? അപ്പൊ അതിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ലല്ലോ, നീ എന്താ ഹാൻഡ് റൈസ് ചെയ്യാൻ? ഞാൻ വേഗം പറ. കളിക്കല്ലേ. ആ പെന്റ് കഴിഞ്ഞിട്ട് ഹെക്സ്. പോയി ഹെപ്റ്റോ ഒക്റ്റും പോയല്ലോ. ഹെപ്റ്റോ ഒക്ട് അയാളെ വിട്ടുപോയി. 7 8. ഓക്കെ, എനിവേ കുഴപ്പമില്ല. അത്ര പറഞ്ഞു. നിവേദിത പറഞ്ഞോ. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോഡ്, ടെക്. ഗുഡ് ഗുഡ്. ദേവനാഥ് പറഞ്ഞായിരുന്നോ? പറ. എത്ത് മെത്തല്ല, മെത്തെത്ത്. പോലടോ, മെത്തെത്ത്. ഇതൊക്കെ ഓക്കെ. സോ അസ്ദർ, ഇത്ര നേരം ഇവരൊക്കെ പറഞ്ഞിട്ട് നിനക്ക് കിട്ടിയായിരുന്നോ? ഒരു 20 വട്ടം ചൊല്ലി പഠിക്കുന്ന നേരെ ഇത്ര പേര് പറഞ്ഞു, 19 പേര് പറഞ്ഞു കഴിഞ്ഞു. കിട്ടിയോ നിനക്ക? ശ്രദ്ധിച്ചിരിക്കണമല്ലയ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാ പഠിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നിനക്കെന്നെ ആഗ്രഹം വേണം. നീ ഇത് എത്ര വട്ടം എഴുതി പഠിക്കും? ഇത് എത്ര വട്ടം എഴുതി പഠിക്കും? 2 വട്ടം കൊണ്ട് എഴുതി പഠിക്കാന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? അതൊക്കെ മോശാവില്ല. 2 വട്ടം മോശം. ഒരു 10 വട്ടം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. 10 വട്ടം എഴുതിയാക്കണം കേട്ടോ. അതോടി പഠിക്കും. 10 വട്ടം എഴുതിയാൽ മതി. ഇത്രയുള്ള സാധനം പഠിച്ചു. ഇത് പഠിക്കാണ്ട് നിങ്ങൾക്ക് പേരിടാൻ പറ്റില്ല ഗൈസ്. ഇന്നെ എഴുതേണ്ടത് വേർഡ് റൂട്ടാ പേര് എഴുതാൻ. വേർഡ് റൂട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പേര്? ഇവിടുത്തെ പേര് അപ്പൊ അതറിയില്ലല്ലോ. ജാൻവി ടൈപ്പ് ചെയ്ത് അയച്ചു. ജാൻവിക്ക് ഞാൻ പറഞ്ഞ കേൾക്കണ്ട. അമ്മയുടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് അവിടെ. പിന്നെ എന്താണ് ക്ലാസ്സിൽ കേൾക്കണ്ടത് എനിക്കറിയില്ല. എനിവേ ഗുഡ്. അപ്പൊ 10 വട്ടം എഴുതി പഠിക്കാൻ കേട്ടോ സാർ. ബാക്കി എല്ലാവരും കിട്ടുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ കിട്ടാം. അപ്പൊ എന്ത് ചെയ്യും നമ്മള് ക്ലാസ്സില്? ഉണ്ടോ 10 വട്ടം എഴുതണം. 10 സാധനം 10 വട്ടം എഴുതാന്ന് പറഞ്ഞാൽ എന്താണിത്? മെത്ര 4 അക്ഷരം 3 അക്ഷരം കൂട്ടി എഴുതി ആകെ 14 അക്ഷരം ഉണ്ട്. 10 വട്ടം കഴിഞ്ഞു. വേണ്ട 10 വട്ടം എഴുതിയിട്ട് സാധനം കിട്ടില്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറാൻ. അപ്പോ നമുക്ക് ഈ സാധനം പഠിച്ചാലേ നമുക്ക് പേരിടാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാർബണിനെ എണ്ണി വേർഡ് റൂട്ട് എഴുതാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതവന് ഞാൻ പഠിക്കാൻ വേണ്ടി കൊടുത്ത ഇമ്പോസിഷൻ ഒന്നുമല്ല. ഇമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ 50 വട്ടം 100 വട്ടം ഒക്കെ എഴുതാം. അപ്പൊ ഇത് ഇമ്പോസിഷൻ അല്ല. പക്ഷെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത് പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ ഇമ്പോസിഷൻ തരും കേട്ടോ. അപ്പൊ എന്ത് വേണം? എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ കിട്ടണം. ടീച്ചർ എനിക്ക് ഓർഡറിൽ മാത്രമേ കിട്ടൂ എന്നൊന്നും പറയരുത്. എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ കിട്ടണം കേട്ടല്ലോ. നമുക്ക് കുറെ നിങ്ങൾ നോക്കിയേ, ഇവരൊക്കെ പേരിടാനുള്ളത്. എന്റെ ദൈവങ്ങളെ, ഇത് കോമ്പൗണ്ടിലൊക്കെ പേരിടാനുള്ളത് ഗൈസ് കുറെ ഉണ്ട് അത്. സോ അതുകൊണ്ട് അപ്പൊ ഇവരുടെ പേര് എങ്ങനെയാണ് ഈ പേരിടാൻ നമ്മൾ പഠിച്ചിരുന്നത് ഓൾറെഡി. എങ്ങനെയാ നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ എങ്ങനെയാ പഠിച്ചത് പേരിടാൻ? സിമ്പിൾ ആയിട്ട് കാർബൺ ആറ്റത്തിനെ അങ്ങ് എണ്ണും. കണ്ണ് തുറന്ന് അങ്ങ് എണ്ണും. എണ്ണിയിട്ട് എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടോ അതിന്റെ വേർഡ് റൂട്ട് അങ്ങ് കൊടുക്കും.
കൂടെ നമ്മൾ നോക്കും ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ സിംഗിൾ ബോണ്ട് ആണോ. Then we can see സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും അവസാനം? എയിൻ എന്ന് ചേർക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും അവസാനം? ഈൻ എന്ന് ചേർക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അവസാനം നമ്മൾ എന്ത് ചേർക്കും? ഐൻ എന്ന് ചേർക്കും. ഇങ്ങനെ നമ്മൾ പേരിടാനാണ് 9ാം ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇറ്റ് വാസ് വെരി ഈസി അല്ലെ? ഭയങ്കര ഈസി ആയിരുന്നു. എണ്ണ എല്ലാവർക്കും അറിയാലോ. എണ്ണുന്നു, വേർഡ് റൂട്ട് നോക്കുന്നു, കൂടെ സിംഗിൾ ആണോ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ, ആ ബോണ്ട് അങ്ങ് ആ ഈനാണോ എയിനാണോ ഐനാണോ അത് ഇട്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഗൈസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺബ്രാഞ്ച്ഡ് ആൽക്കീൻസ്. അപ്പൊ നമ്മൾ പേരിട്ട് കളിച്ചിരുന്ന ആൾക്കാര് അൺബ്രാഞ്ച്ഡ് ആൽക്കീൻ, നേരെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ നമ്മൾ തെറ്റിയിട്ടാ പഠിച്ചത്. ഇക്കൊല്ലം നമ്മളത് കറക്റ്റ് ആക്കും. ഇപ്പൊ സിംഗിൾ ബോണ്ട് ഇട്ടുള്ള ഇവരുടെ പേര് എഴുതുന്നത് ഇതൊക്കെ നിങ്ങൾ കറക്റ്റാ. വേഗം പറഞ്ഞു ഇവരുടെ പേര് എന്താന്ന്. എന്ത് പറ്റി അക്ഷയ് പി? ഇയാളുടെ പേര് നമ്മൾ പറഞ്ഞു ഈദൈൻ എന്നാണ്. ഇയാളുടെ പേരെന്താ മക്കളെ? അക്ഷയ് പിക്ക് എന്ത് പറ്റി? അൺമ്യൂട്ട് ചെയ്യോ? കാർബണിന്റെ എണ്ണണ്ട എന്തുവാടാ? എന്താ ഇതിന്റെ പേര്? ഒരു കാർബൺ ആറ്റമുള്ള ഇയാളുടെ പേര് എന്താണ് ഗായ്സ്? ഗോയ്സ് എന്താണ് ഇയാളുടെ പേര്? ആരാ? മെത്തെന്നാണോ ഇയാളുടെ പേര്? അത് ശരി, അത് നന്നായി. എന്നല്ല, അതിന്റെ വാലറ്റത്ത് ഒരാളെയും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിഥി എന്താ ക്യാമറ ഓൺ ആക്കാത്ത? അതിഥി മീഥേൻ. വെറുതെ മെത്തെന്ന് പറഞ്ഞാൽ ഉത്തരാവോ? ഇല്ല. കാരണം എണ്ണി കാർബണാറ്റം എത്ര ഉണ്ടെന്ന് കണ്ണു തുറന്ന് നോക്കി, ഒരു കാർബണാറ്റേ ഉള്ളൂ. സോ ദ വേർഡ് റൂട്ട് വിൽ ബി മെത്ത്. വേർഡ് റൂട്ട് നോക്കി, സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ട് ആണോ നോക്കി, ഒരു കാർബണാറ്റേ ഉള്ളൂ. ഇനി എന്ത് സിംഗിൾ എന്ത് ഡബിൾ? 2 കാർബണാറ്റം വന്നാലല്ലേ ഡബിളും ട്രിപ്പിളും ഒക്കെ ഇടാൻ പറ്റുള്ളൂ. സോ ഇറ്റ് സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ആൽക്കെയ്ൻ. അപ്പൊ എങ്ങനെയാ പേരിടാ? വേർഡ് റൂട്ടിന്റെ ബാക്കിൽ നമ്മൾ എന്ത് ചേർക്കും? എയിൽ എന്ന് ചേർക്കും. വേർഡ് റൂട്ടിന്റെ അറ്റത്ത് നമ്മൾ എയിൻ എന്ന് ചേർക്കും. സോ ഇറ്റ്സ് മീഥെയ്ൻ. എന്താ പേര്? മീഥെയ്ൻ. ഇയാളുടെ പേര് നമ്മൾ ഓൾറെഡി കണ്ടു. 2 കാർബണാറ്റം ആണ്. അപ്പോ എത്താണ്, അതിന്റെ ബാക്കിൽ നമ്മൾ എയിൻ എന്ന് ചേർത്തു, ഈഥെയ്ൻ. ഇങ്ങനെ അറ്റത്ത് ബാക്കിൽ ചേർക്കുന്ന ആൾക്കാരെ നമ്മൾ പറയും, നിങ്ങൾ ഇനീഷ്യൽ എന്ന് പറയൂലേ, ബാക്കിൽ ആര്യ വീട്ടിയാണ് എന്റെ ഇനീഷ്യൽ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവരുടെ ബാക്കിൽ ചേർക്കുന്ന ആൾക്കാരെ we will call them as suffix. എന്താണ് വിളിക്കുക നമ്മൾ? സഫിക്സ്. അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ, ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പേര് വിളിക്കും, പ്രിഫിക്സ്. അത് നമുക്ക് ആവശ്യമില്ല, അത് ഞാൻ പറഞ്ഞു. സഫിക്സ്. ആ എൻഡിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? സഫിക്സ്. അപ്പൊ ബോണ്ട് സിംഗിൾ ആണോ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ സഫിക്സ് എയിൻ ആഡ് ചെയ്തത്. കേട്ടല്ലോ? അപ്പൊ ഡബിൾ ബോണ്ട് ഉള്ള ഇയാളുടെ പേരെന്തായിരുന്നു ഗൈസ്? ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഇയാളുടെ പേരെന്തായിരുന്നു? ടെലിമി. എന്തായിരുന്നു ഇയാളുടെ പേര്? സാർ അത് ഇന്നത്തെ വെള്ളമാണോ? പറയൂ ഗൈസ്. Okay, Anmeri, it's correct. Yes, Gauri, it's correct. Panna. ജാൻവേ, കണ്ണു തുറന്ന എണ്ണ എത്ര കാർബണാറ്റം ഉണ്ടെന്ന്? ആൻമേരി, കണ്ണു തുറന്ന എണ്ണ എത്ര കാർബണാറ്റം ഉണ്ടെന്ന്? ഒരെണ്ണം ശരിയാക്കി ഇതാണല്ലോ, പിന്നെ തെറ്റിച്ച് ഇയാളുടെ പേരാണ്. ഓക്കെ, കുറെ പേര് ശരിയാക്കുന്നു, ഇടയ്ക്ക് തെറ്റുന്നു. ഓക്കെ, അക്ഷയ് പി എന്തിനാ ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചേക്കുന്നേ? കമന്റ് ചെയ്യാനാണോ? വെറുതെ ഹാൻഡ് റൈസ് ചെയ്ത്. എന്താ ദിൽഷാമേന്റെ പേര്? എന്താ പേര്? അൺമ്യൂട്ട് ചെയ്ത് പറയടാ. എന്താടാ? എന്താ? എത്തീനാണോ എത്തീനാണോ? നീ ഉറപ്പിച്ചാ?
എത്തീൻ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം. അപ്പൊ വേർഡ് റൂട്ട് എന്താ? എത്ത്. അതിന്റെ ബോണ്ട് നോക്കി നമ്മൾ. ആഹാ, കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ദേ കിടക്കുന്ന ഒരു ഡബിൾ ബോണ്ട്. എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൽക്കീൻ അല്ലെ. അപ്പൊ നമ്മൾ സഫിക്സ് ആയി ഈൻ എന്ന് ചേർത്തു, എത്തീൻ. അപ്പൊ ഇവിടെയോ? ഇവിടെ നോക്കി, കണ്ണ് തുറന്ന് നോക്കി, ആർക്കൊക്കെയാടാ എണ്ണാൻ അറിയാത്തതാ? എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ ജോഷോ? എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ? എത്ര കാർബൺ ആറ്റം ഉണ്ട് അവിടെ? 2. അപ്പൊ 2 വന്നാ എന്താ അതിന്റെ വേർഡ് റൂട്ട്? വേർഡ് റൂട്ട് എന്താന്ന്? ആൽക്കീൻസ് അല്ലേ? ആൽക്കൈൻസ് ആണ്. ഞാൻ ചോദിച്ചത് വേർഡ് റൂട്ട് അല്ലേ? വേർഡ് റൂട്ട് നീയല്ലേ ഇപ്പൊ തന്നെ എണ്ണി പറക്കണെന്ന് ഒന്നോട്ട് പത്തോരെ. സോറി ടീച്ചർ. അതന്നെ വേർഡ് റൂട്ട്. ഞാൻ പറ നോട്ട് എയിൻ. കാരണം 2 കാർബൺ ആറ്റം ആണ്. അപ്പൊ എത്ത് എന്ന് എഴുതി. ട്രിപ്പിൾ ബോണ്ട് ആണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൽക്കൈൻ. ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സഫിക്സ് ആയിട്ട് ഐൻ ആഡ് ചെയ്യണം. ഈഥൈൻ. അപ്പൊ എത്തീൻ, ഈഥൈൻ, ഈഥെയിൻ. മോനെ അസറെ, നീ എഴുതി വെച്ച ഇതൊക്കെ സിനിമ കാണുന്ന പോലെ ഇരിക്കുക. അത് ശരി. എഴുതി എല്ലാരും? തെറ്റിച്ചവരും ശരിയാക്കിയവരൊക്കെ ശരിയാക്ക. തെറ്റിച്ചവരുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യൂ ഗൈസ്. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതോ. മുന്നത്തെ സ്ലൈഡ് ആണോ? ഇതൊക്കെ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ മോനെ. ഓക്കെ, അപ്പോ ഇന്നേക്ക് ഇത്രയുള്ളൂ. ടുഡേ വി ഹാവ് എ ഡെയിലി എക്സാം ഗൈസ്. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എങ്ങനെ എഴുതണ്ടേന്നൊക്കെ അറിയാം. പുതിയ ആൾക്കാർക്ക് അറിയാവോ എങ്ങനെ എക്സാം എഴുതാന്ന്? സർ can you show that animation? So ഇതൊക്കെ കഴിഞ്ഞു. ടീച്ചർ ബാക്ക് പോവാണ്. സർ ഒരു സ്ലൈഡ് വേണമല്ലേ കാണിക്കാൻ? പെട്ടുപോയി നമ്മൾ. അതേ കിടന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ടീച്ചറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ നിന്ന് എന്ത് ചെയ്യണം? ബാക്കോട്ട് പോകണം. ജസ്റ്റ് ബാക്ക് പോവാ. അപ്പോ നിങ്ങൾ ജോയിൻ ചെയ്ത ഇതുപോലെ തന്നെ കാണുന്ന സ്ക്രീനിൽ ഒന്ന് ബാക്ക് പോയി കഴിഞ്ഞാൽ ടീച്ചറെ കാണുന്ന സ്ക്രീനിൽ നിന്ന് ബാക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. നിങ്ങൾ ജോയിൻ ചെയ്ത സ്ക്രീൻ ഇല്ലേ? ഇങ്ങനെ ഒരു സ്ക്രീൻ വരില്ലേ? ആ സ്ക്രീനിൽ എന്ത് ചെയ്യാ? ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പൊ ടുഡേയ്സ് ക്ലാസ്സിന്റെ താഴെയാണ് ടുഡേയ്സ് എക്സാം എടുക്കുന്നുണ്ടാവും. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. 5 MCQ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് മൾട്ടി ചോയ്സ് അല്ല, സോറി, ഓപ്ഷണൽ ഒബ്ജക്റ്റീവ് ടൈം. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മാർക്കും കൂടെ അവിടെ കാണും. എക്സാം വന്നിട്ടില്ല സർ, എക്സാം വന്നിട്ടില്ല. ഇപ്പൊ വരും. ആരാ അവിടെ ഷെഡ്യൂൾ ഇടാത്തതാ? ആ ക്യാമറ ഒക്കെ എല്ലാരും ഓഫ് ചെയ്തപ്പോഴേക്കും അസാൻ ആ ബാക്ക് പോകുമ്പോ ക്യാമറ ഓഫ് ആവുന്നതാണോ? അല്ലല്ലോ. ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ക്ലാസ് ഉണ്ടോ? ഓക്കെ ഓക്കെ, 3 മിനിറ്റ്സ് കൂടെ. ഷെഡ്യൂൾ എക്സാം വന്നോ? വന്നു ഒരാൾ തലാട്ടുണ്ടല്ലോ. റീഫ്രഷ് ചെയ്യ്, പേജ് റീഫ്രഷ് ചെയ്യ്. സർ വന്നിട്ടില്ല പറയണ്ടല്ലോ. വന്നോ? ഓക്കെ സെറ്റ്.
അപ്പൊ എഴുതാട്ടോ, അത് മാർക്ക് ചെയ്യാ. ഇന്ന് ടീച്ചർ അടുത്തതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്താ വന്നിട്ടാ, ഒന്ന് റീഫ്രഷ് ചെയ്യും. ഇവിടെ ഓരോരുത്തർ കിട്ടി, അപ്പൊ എല്ലാവർക്കും കിട്ടും, ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടൂല. അപ്പൊ ചെയ്ത് നോക്കാട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർക്ക് ചോദിക്കുന്നുണ്ടാവും, അസറ് 10 വട്ടം എഴുതിയിട്ട് എനിക്ക് അയക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? ആ, ഇന്ന് അയച്ചോ, അത്രേ ഉള്ളൂ. സോ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇത് പഠിച്ചിട്ട് വരിക. ഇത് വെച്ചിട്ടാണ് നമുക്ക് നെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, ബൈ. സീ യു.